അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഖുർആൻ തഫ്സീർ പഠനത്തിൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂറത്തുൻ നാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായ രീതിയിൽ വിശകലനം ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ സൂറത്തുൽ ഫലക്കാണ് വിശദീകരിക്കുന്നത്. സൂറത്തുൽ ഫലക്ക്, അൽ ഫലക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം പുലരി എന്നുള്ളതാണ്. മക്കയിൽ അവതരിച്ചതാണ് ഈ അധ്യായം, അഥവാ മക്കിയായ സൂറകളിൽപ്പെട്ടതാണ്. ഈ സൂറത്തിൽ 5 സൂക്തങ്ങളാണ് അടങ്ങുന്നത്. ഈ സൂറത്തിനും നേരത്തെ നമ്മൾ വിശദീകരിച്ച സൂറത്തു നാസിനും കൂടെ അൽ മുഅവ്വിദത്താനി എന്ന പേര് വിളിക്കപ്പെടുന്നുണ്ട്. ശരണം നൽകുന്ന സൂറത്തുകൾ എന്നാണ് അതിൻ്റെ വിവക്ഷ. ജീവിതത്തിൽ അനുഭവപ്പെടാനിടയുള്ള ആപത്തുകളിൽ അള്ളാഹുവിൽ അഭയം തേടാൻ പഠിപ്പിക്കുന്നവയാണ് ഈ 2 സൂറകളും എന്നുള്ളതാണ് ആ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സൂറയുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം 1348 നമ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് ഇപ്രകാരമാണ്: അൻ ഉഖ്ബത്ത് ബിനു ആമിർ, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: അലം തറ ആയാത്തിൻ ഉൻസിലത്തിൽ ലൈല, ഈ രാത്രി അവതീർണമായ ചില ആയത്തുകൾ താങ്കൾ കണ്ടില്ലേ? ലം യുറ മിസ്ലുഹുന്ന ഖത്തുൻ, അതുപോലെയുള്ളവ തീരെ കാണപ്പെട്ടിട്ടില്ല. അതായത് സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് എന്നിവയാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സൂറയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് മുസ്ലിം നിവേദനം ചെയ്തിട്ടുള്ള ഈ ഹദീസ്. അതേസമയം തന്നെ മറ്റൊരു ഹദീസിൽ, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: അൻ ഉഖ്ബത്ത് ബിൻ ആമിർ കാല അമറനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഖ്ബത്ത് ബിൻ ആമിർ നിവേദനം, അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് ഓതുവാൻ വേണ്ടി കൽപ്പിച്ചു. അമറനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്ര, ഓതാൻ വേണ്ടി കൽപ്പിച്ചു. ബിൽ മുഅവ്വിദാത്തി, മുഅവ്വിദാത്തിനെ അഥവാ സൂറത്തു അൽ ഫലക്കും സൂറത്തു നാസും, ഇത് രണ്ടിനെയും ദുബുറ കുല്ലി സ്വലാത്തിൻ, ഓരോ നമസ്കാരത്തിൻ്റെയും, എല്ലാ നമസ്കാരത്തിൻ്റെയും തൊട്ടു പിന്നാലെ ഈ സൂറത്തുകൾ ഓതുക എന്നുള്ളത് ഒരു സുന്നത്തായിട്ട് നബി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് ഈ സൂറകൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് രണ്ടും പലതരത്തിലുള്ള മനുഷ്യൻ അകപ്പെടാനിടയുള്ള ദുരാനുഭവങ്ങളെ, ദുർഗതികളെ, തെറ്റായ പ്രവണതകളെ തുടങ്ങിയവയിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ ശ്രദ്ധ പുലർത്താൻ ആവശ്യമായ കാര്യങ്ങളും അതിൽ അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടവുമാണ്. ആദ്യത്തേതിൽ മനുഷ്യ മനസ്സിലെ ദുർമന്ത്രണം ഉണ്ടാകുന്നതിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഇവിടെ അപ്രകാരം ഉണ്ടായിത്തീരുന്ന മറ്റു ചില പ്രശ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഈ സൂറയിൽ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ദ്രോഹത്തിൽ നിന്ന് ആദ്യം അഭയം തേടുന്നു, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പലതിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന്. പിന്നീട് ഇരുട്ട് മൂടുന്ന രാത്രിയുടെ വിപത്തിൽ നിന്നും ഏഷണിക്കാരുടെയും അസൂയാലുക്കളുടെയും ഉപദ്രവത്തിൽ നിന്നും രക്ഷ തേടുന്നു. ഈ സൂറ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രധാന വിപത്തുകളിൽ നിന്നുള്ള ഒരു അഭയ പ്രാർത്ഥനയാണ്. ഈ സൂറയുടെ ഓരോ വാക്കുകളുടെയും അർത്ഥവും പരിഭാഷയും അർത്ഥം നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. കുൽ, ആദ്യം പറയുക എന്നുള്ളതാണ്. നേരത്തെ സൂറത്തു നാസ് പറഞ്ഞ മാതിരി അഊദു എന്നുള്ളത് നേരത്തെ വന്നതാണ്, ഞാൻ ശരണം തേടുന്നു എന്ന്. ബി റബ്ബിൽ ഫലക്ക്, ബി റബ്ബി എന്ന് പറഞ്ഞ റബ്ബിനോട്, രക്ഷിതാവിനോട്. അൽ ഫലക്ക്, പുലരിയുടെ, ആ പുലരിയുടെ രക്ഷകനോട് ഞാൻ ശരണം തേടുന്നു എന്ന് നീ പറ. മിൻ ഷർരി, ഷറിൽ നിന്ന്, കെടുതിയിൽ നിന്ന്. മാ ഖലക്ക, അവൻ സൃഷ്ടിച്ച ഒന്നിൻ്റെ. വമിൻ ഷരി,
കെടുതിയിൽ നിന്ന്, ഗാസിക്കിൻ ഇരുട്ടിയ രാത്രിയുടെ, ഇദാ വക്കബ് അത് ഇരുട്ട് കൂടിക്കൂടി മൂടി വരുമ്പോൾ, വമിൻ ഷെരി കെടുതിയിൽ നിന്ന്, അൻ നഫാസാത്തി ഊതുന്ന സ്ത്രീകളുടെ. ഈ വാക്കുമായി ബന്ധപ്പെട്ട വിശകലനം പിന്നാലെ വരുന്നുണ്ട്. അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത്. അൻ നഫാസാത്ത് ഊതുന്ന സ്ത്രീകളുടെ, ഫിൽ ഉക്കദ് കെട്ടുകളിൽ, വമിൻ ഷെരി കെടുതിയിൽ നിന്ന്, ഹാസിദ് അസൂയാലുവിൻ്റെ, ഇദാ ഹസദ് അയാൾ അസൂയപ്പെട്ടാൽ അസൂയാലുവിൻ്റെ അസൂയയിൽ നിന്നും എന്നും പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ വാക്യം കുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് എന്നുള്ളതാണ്. അഥവാ പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു. എന്തിൽ നിന്ന്? മിൻ ഷെരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ കെടുതിയിൽ നിന്ന്. പിന്നെയോ വമിൻ ഷെരി ഖാസിഖിൻ ഇദാ വഖബ് ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതിയിൽ നിന്ന്. വമിൻ ഷെരി നഫാസാത്തി ഫിൽ ഉഖദ് കെട്ടുകളിൽ ഓതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്ന്. വമിൻ ഷെരി ഹാസിദിൻ ഇദാ ഹസദ് അസൂയാലുവിൻ്റെ അസൂയയുടെ കെടുതിയിൽ നിന്ന്. ഇതാണ് ഈ വാക്യങ്ങളുടെ നേർക്കുനേരെയുള്ള പരിഭാഷ. ഇനി ഇതിൽ ഒന്ന് രണ്ട് വാക്യങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു പദവിശകലനങ്ങൾ കൂടി ആവശ്യമായിട്ടുള്ളതാണ്. വമിൻ ഷെരി ഹാസിക്കിൻ ഇദാ വക്കബ് എന്ന വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ അൽ മാവർദി തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ധരിക്കുന്നത്. തഫ്സീറു മാവർദി അതിൽ പറയുന്നത് അന്നഹു അല്ലയിൽ, ഇവിടെ അത് രാത്രിയാണ്. വമിൻ ഷെരി ഹാസിക്കിൻ ഇദാ വക്കബ് എന്നുള്ളത്. ലി അന്നഹു യഖ്റുജു അസ്സിബാഉ മിൻ ആജാമിഹ വന്യമൃഗങ്ങൾ അത് കാടുകളിൽ നിന്നും, വൽ ഹവാം മിൻ മഖാമിനിഹ അതുപോലെ തന്നെ ഇഴജന്തുക്കൾ മാളങ്ങളിൽ നിന്നും, വയബ്അസു അഹ്ലുശ്ശർരി അലൽ അബ്സി വൽ ഫസാദ് കുഴപ്പക്കാരും പ്രശ്നക്കാരും അവരുടെ താവളങ്ങളിൽ നിന്നും രംഗത്ത് വരുന്ന സന്ദർഭമാണത്. കാലഹു ഇബ്ൻ അബ്ബാസ് അത് സംബന്ധിയായി പറയുന്നത്, വല്ലഹാഖ് വ ഖതാദ വ സുദ്ദിയും ഖതാദയും ലഹാഖും ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും ഇവരെല്ലാം പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് ഇത്. അപ്പോൾ രാത്രിയുടെ കെടുതിയിൽ നിന്ന്, അവിടെ വന്യമൃഗങ്ങളിൽ കാടുകളിൽ നിന്നും, ഇഴജന്തുക്കൾ മാളങ്ങളിൽ നിന്ന്, പാമ്പുകൾ അതിൻ്റെ മാളങ്ങളിൽ നിന്ന് ഇരുട്ടിയ സന്ദർഭത്തിൽ പുറത്തു വരുന്നു. കുഴപ്പക്കാരും പ്രശ്നക്കാരും കള്ളന്മാരും കൊള്ളക്കാരൊക്കെ അവിടെ താവളങ്ങളിൽ നിന്നും രംഗത്ത് വരുന്ന സന്ദർഭം. ഇതൊക്കെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള വിശാലമായ അർത്ഥത്തിലാണ് വമിൻ ഷെരി ഹാസിക്കിൻ ഇദാ വഖബ് എന്ന് വന്നിട്ടുള്ളത് എന്നാണ് മഹാന്മാരായ ഈ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരടക്കമുള്ള ആളുകളുടെ വ്യാഖ്യാനത്തിലുള്ളത്. അതോടൊപ്പം രണ്ടാമത്തെ വമിൻ ഷെരി നഫാസാത്തി ഫിൽ ഉഖദ് എന്നത് സംബന്ധിയായി തഫ്സീറുകളിൽ വന്ന വിശദീകരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് നഫാസാത്ത് എന്നതിൻ്റെ വിവക്ഷ സംബന്ധിച്ച് നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ യാതൊന്നും തന്നെ നേരിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. താബികളടക്കമുള്ള പിൽക്കാലക്കാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട 3 വീക്ഷണങ്ങളുണ്ട് താനും. 3 വീക്ഷണങ്ങൾ താബികളടക്കമുള്ള പിൽക്കാലക്കാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബിയിൽ നിന്നോ സഹാബിമാരിൽ നിന്നോ നേരിട്ട് നഫാസാത്ത് എന്നുള്ളതിൻ്റെ വിശകലനമായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതിലൊന്ന് താബികളടക്കമുള്ള പിൽക്കാലക്കാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട 3 വിശദീകരണങ്ങളിൽ ഒന്നാമത്തേത് മന്ത്രവാദം നടത്തുന്നവരും സിഹ്ർ നടത്തുന്നവരുമാണ് കെട്ടുകളിൽ ഓതുന്നവ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. നൂലിലോ കയറിൻ്റെ കഷ്ണത്തിലോ കെട്ടുകൾ ഉണ്ടാക്കി അതിൽ ഊതൽ ഇത്തരക്കാരുടെ പതിവായതിനാൽ ചില മുഫസ്സിറുകൾ ഈ വിവക്ഷ നൽകിയിരിക്കുന്നു. ഇവർ തന്നെ നൽകുന്ന വിശദീകരണത്തിൻ്റെ രത്നച്ചുരുക്കം ഇപ്രകാരമാണ്. അവർ അങ്ങനെ വിശദീകരണം നൽകിയ ആളുകളുടെ വ്യാഖ്യാനം കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹ്ർ കൊണ്ട് സാധ്യമല്ല. എങ്കിലും മനുഷ്യൻ്റെ മനസ്സിലും കാഴ്ച, കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യുവാൻ സിഹ്ർ കാരണമാകാം. അപ്പോൾ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ തന്നെ അതിൻ്റെ അന്തസത്തയായി പറയുന്ന കാര്യം എങ്ങനെയാണ്: ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവാക്കി അതിൻ്റെ പ്രകൃതി മാറ്റം വരുത്താനോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകാനോ സിഹ്ർ ഉപയോഗിച്ച് സാധ്യമല്ല. എന്നാൽ മനുഷ്യൻ്റെ മനസ്സ്, കാഴ്ച, കേൾവി മുതലായവയിൽ പെട്ടെന്ന് വഞ്ചനാപരമായ മാറ്റം ഉണ്ടാക്കിയിട്ട് തട്ടിപ്പ് കാണിച്ചിട്ട് അവരെ ഉപദ്രവം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള
വ്യാഖ്യാനം നൽകിയിട്ടുള്ളതിൽ ആത്യന്തികമായി അതിന് സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടുള്ളവർ നൽകിയിട്ടുള്ള വിശദീകരണം. രണ്ടാമത്തേത് ബന്ധങ്ങൾ തകർക്കുന്ന ഏഷണി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് കെട്ടുകളിൽ ഊതുന്നവർ എന്നതുകൊണ്ട് വിവക്ഷയെന്ന് മറ്റൊരു വിഭാഗം മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു. മൂന്നാമതായി ഉള്ള മറ്റൊരു വിശദീകരണം, പുരുഷന്മാരുടെ മനോദൃഢതയെ ഏതെങ്കിലും തരത്തിലുള്ള മയക്ക് പ്രയോഗങ്ങൾ വഴി മാറ്റിമറിക്കുന്ന സ്ത്രീകളാണ് കെട്ടുകളിൽ ഊതുന്നവർ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് മറ്റൊരു വ്യാഖ്യാനവും നൽകപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നഫസ എന്ന പദപ്രയോഗമാണുള്ളത്. നഫസയുടെ അർത്ഥം ഊതുക എന്നാണ്. നഫാസത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമായിട്ട് വന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ച നഫാസാത്ത് എന്നുള്ളത്. ഇതിനെ അല്ലാമ പോലെയുള്ള ആധിക്യത്തെ കുറിക്കുന്ന പ്രയോഗമായി ഗണിച്ചാൽ, ആലിം എന്നുള്ള അല്ലാമ എന്നായാൽ അത് ആധിക്യത്തെ കുറിക്കുന്ന പ്രയോഗമാണ്. ഇത് അധികം ഓതുന്ന പുരുഷന്മാർ എന്ന അർത്ഥമാകും അന്നഫാസത്ത് എന്നുള്ള ആ അർത്ഥത്തിലെടുത്താൽ. എന്നാൽ സ്ത്രീലിംഗ വചനമായി ഗണിച്ചാൽ അധികം ഓതുന്ന സ്ത്രീകൾ എന്നും അർത്ഥം വരും. ഉക്കത് എന്നത് ഉക്കദത്ത് എന്നതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ കയറിൽ കെട്ടുകൾ ഇടുന്നതിനും വ്യാപാരമുറപ്പിക്കുന്നതിനും കരാർ ഉണ്ടാക്കുന്നതിനും ഈ പദം ഉപയോഗിക്കാം. വിവാഹ ബന്ധത്തിന് ഉക്കദത്തു നിക്കാഹിൻ്റെ ബന്ധം എന്ന് സൂറ അൽ ബക്കറ 235 പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഇതിലുള്ള കാര്യം, ഈ അന്നഫാസാത്തി ഫിൽ ഉഖദ് എന്നുള്ളതിൽ നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ നേർക്ക് നേരെ ഏതെങ്കിലും ഒരു വ്യാഖ്യാനം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ 3 തരത്തിലുള്ള വീക്ഷണങ്ങൾ വെച്ചു പുലർത്തിയിട്ടുണ്ട്. ആ 3 തരത്തിലുള്ള വീക്ഷണങ്ങളിൽ ഒന്ന് സിഹിർ എന്നുള്ളതാണ്. അഥവാ മന്ത്രവാദം നടത്തുന്നവരും സിഹിർ നടത്തുന്നവരുമാണ് കെട്ടുകൾ ഓതുന്നവർ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൻ്റെ ഉദ്ദേശം അവർക്ക് സിഹിർ കൊണ്ട് വസ്തുക്കൾ എന്തെങ്കിലും പ്രകൃതി മാറ്റം വരുത്താനോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകാനോ സാധ്യമല്ല എന്നും, മനുഷ്യൻ്റെ മനസ്സ്, കാഴ്ച, കേൾവി മുതലായവയിൽ വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യാൻ നടത്തുന്ന ശ്രമമാണ് അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിക്കുക എന്നുള്ളതുമാണ്. അത് തന്നെയും നബിയിൽ നിന്ന് നേരിട്ട് വാരിതായി വന്നിട്ടുള്ള ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന കാര്യവുമല്ല. അതോടൊപ്പം രണ്ടാമത്തെ വ്യാഖ്യാനം ബന്ധങ്ങൾ തകർക്കുന്ന ഏഷണി പ്രവർത്തനം നടത്തുന്ന ആളുകൾ എന്നുള്ളതാണ്. മൂന്നാമത്തത് പുരുഷന്മാരുടെ മനോദൃഢതയെ തകർക്കുന്ന മയക്ക് പ്രയോഗങ്ങൾ നടത്തുന്ന സ്ത്രീകൾ എന്നുള്ളതാണ്. ഈ 3 വ്യാഖ്യാനങ്ങളാണ് ഇതിൽ അടങ്ങുന്നത്. ഇതിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഈ സൂറയുടെ മൊത്തത്തിലുള്ള ആശയം പുലരി ഇരുട്ടിനെ വകഞ്ഞു മാറ്റി കടന്നു വരുന്നു, അതാണ് ഫലക്ക്. അന്ധകാരങ്ങളിൽ നിന്ന് പൊൻപുലരിയുടെ ഉദയം ആവിർഭവിപ്പിക്കുന്ന രക്ഷിതാവിൻ്റെ സംരക്ഷണയിലും സുരക്ഷയിലും മാത്രമേ സകലമാന അപകടങ്ങളിൽ നിന്നും രക്ഷ കിട്ടുകയുള്ളൂ. കറകളഞ്ഞ ആദർശത്തിൻ്റെ അടിയുറപ്പിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും തയ്യാറാകാതെ മുമ്പോട്ട് പോകുന്ന ഒരു പ്രബോധകൻ്റെ മുമ്പിൽ നിരവധി വൈതരണികളും വൈഷമ്യങ്ങളും കടന്നു വരും. ഈ ഭൂമിയിൽ കാണുന്ന സകലമാന വസ്തുക്കളും മനുഷ്യ ജീവിതത്തിൻ്റെ പ്രയോജനത്തിനും അനുകൂലതയ്ക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഉദാഹരണമായി അഗ്നി, വെള്ളം, വീട്, മഴ, വെയില്, മരുന്നുകൾ, ശരീരാവയവങ്ങൾ എന്നിവയെല്ലാം അനുഗ്രഹങ്ങളാണ്. തീ കൊണ്ട് പൊള്ളലേൽക്കുന്നു, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു, വീട് തകർന്നു വീണ് മരണമടയുന്നു, മഴ വർദ്ധിച്ച് വെള്ളപ്പൊക്കമുണ്ടാകുന്നു, സൂര്യതാപമേറ്റ് പൊള്ളലേൽക്കുന്നു, മരുന്നുകൾ കൊണ്ട് അലർജി ഉണ്ടാകുന്നു. ഇങ്ങനെ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട സകലമാന വസ്തുക്കളിൽ നിന്നുള്ള ദ്രോഹങ്ങളിൽ പലതും യാദൃച്ഛികമായി വന്നു ഭവിക്കുന്നവയാണ്. അതിനാൽ അവയിൽ നിന്നുണ്ടായിത്തീരുന്ന സർവദോഷങ്ങളിൽ നിന്നും കാവലേകാൻ അള്ളാഹുവോട് അപേക്ഷിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ മുമ്പിൽ വരുന്ന വിവിധങ്ങളായ ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ കൊണ്ട് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. അപ്പോൾ അതിലുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നുള്ളതും കാലികമായി പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. രാത്രി ഇരുട്ടുമൂടി ആഗമിക്കുമ്പോൾ ഇഴജന്തുക്കൾ മാളങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു. വയൽവരമ്പിലൂടെ നടന്നു പോകുന്ന ഒരാൾ, അയാൾ അറിയാതെ ഇരുട്ടിൽ അവയെ ചവിട്ടി പോകുന്നു, അവയുടെ കടിയേൽക്കുന്നു. ഇരുള് മൂടുമ്പോൾ രാത്രി ഇഴ തേടുന്ന ഹിംസ്ര ജന്തുക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നു. നായ്ക്കൾ സംഘടിതമായി പുറത്തിറങ്ങുന്നു, പന്നികൾ രംഗം കീഴടക്കുന്നു. ഇതുപോലുള്ളവയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സൃഷ്ടാവിൽ അഭയം തേടുന്നു. രാത്രി ഘനീഭവിക്കുമ്പോൾ അധാർമികരും ചോരന്മാരും കൊള്ളക്കാരും രംഗം കൈയടക്കുന്നു.
വാതിലുകൾ തകർത്ത് അകത്തു വരുന്ന കള്ളന്മാർ എന്നിവരുടെ ദ്രോഹത്തിൽ നിന്നും സകല ലോകരക്ഷിതാവായ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനോട് അഭയം തേടുന്നു. കെട്ടുകളിലോതി മനസ്സിൽ ഭീതി നിറച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന മന്ത്രവാദികൾ ഉണ്ടാക്കി തീർക്കുന്ന അങ്കലാപ്പുകളിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുന്നു. ബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന ഏഷണിക്കാരായ ആളുകളുടെയും പുരുഷന്മാരുടെ മനസ്സിൽ അഭിനിവേശം സൃഷ്ടിച്ച് പുരുഷന്മാരെ വഴിതെറ്റിക്ക് ആപത്തിൽ ചാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സ്ത്രീകളുടെ ഊരാക്കുടുക്കിൽ നിന്നും സൃഷ്ടാവിൽ ശരണം തേടുന്നു. പല കുടുംബ ബന്ധങ്ങളും സംഘബന്ധങ്ങളും ഏഷണികൾ തകർക്കുന്നു. ചാരപ്രവർത്തനങ്ങൾ മൂലം എത്ര ഉന്നതരാണ് തകർന്നു വീണത്. ഇത്തരത്തിലുള്ള സകല ദ്രോഹങ്ങളിൽ നിന്നും സൃഷ്ടാവിനോട് രക്ഷ തേടുന്നു. ജീവിത പ്രയാണത്തിൽ പ്രയാസം സൃഷ്ടിക്കുന്ന മറ്റൊരു ഗുരുതരമായ പ്രതിസന്ധിയാണ് അസൂയക്കാരൻ്റെ വേട്ടയാടൽ. തന്നെ കാണുമ്പോൾ പുറത്ത് ചിരിക്കുകയും അകത്ത് അമർഷം ആളിക്കത്തിക്കുകയും ചെയ്യുന്ന അസൂയക്കാരൻ തനിക്കെതിൽ പടച്ചുവിടുന്ന ദ്രോഹങ്ങളിൽ നിന്നും പുലരിയുടെ രക്ഷിതാവിൽ അഭയം തേടുന്നു. ഇപ്രകാരം മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങൾ, ദ്രോഹങ്ങൾ, ദുഷ്ടതകൾ, പ്രയാസങ്ങൾ, ആക്രമണങ്ങൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം അഭയം തേടുക എന്നുള്ള അർത്ഥവത്തായ കാര്യമാണ് ഈ സൂറയിൽ അടങ്ങുന്നത്. അതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം മനുഷ്യന് ഓരോ ഉപകരണങ്ങളും മനുഷ്യന് ഉപകാരമുള്ള വസ്തുവകകളും ഇവയൊക്കെ തന്നെ അതിലുള്ള ആകുന്ന ഉപദ്രവങ്ങൾ. രണ്ടാമത് പറഞ്ഞത് രാത്രിയുടെ ഇരുളിൽ കടന്നു വരുന്ന ഉപദ്രവങ്ങൾ. മൂന്നാമത് മനുഷ്യബന്ധങ്ങളെയും മനുഷ്യരുടെ മാനസികമായ ദുർബലതകളെയും ചൂഷണം ചെയ്യുന്ന ആളുകൾ. നാലാമത് പറഞ്ഞത് മനുഷ്യരെ അസൂയ കൊണ്ട് വേട്ടയാടുന്ന മറ്റു മനുഷ്യന്മാർ തുടങ്ങിയ വളരെ ഗുരുതരവും ഗൗരവപൂർണവും മനുഷ്യബന്ധങ്ങളിൽ തകരാറുണ്ടാക്കുന്നതും പ്രശ്നകലുഷമായ സന്ധിയിലേക്ക് വ്യക്തികളെ തള്ളിവിടുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് അഭയം ചോദിക്കുക എന്നുള്ളതാണ് ഈ സൂറയിൽ നാം ചെയ്യുന്നത്. അത് ശരിയായ അർത്ഥം ആശയം മനസ്സിലാക്കി നാം ചെയ്യേണ്ട പ്രാർത്ഥനകൾ അടങ്ങുന്നതാണ് ഈ സൂറ. ഇതിനെ സംബന്ധിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്തുകൾ ഓതി, ആ സൂറത്തു നാസും സൂറത്തു ഫലക്കുമൊക്കെ ഓതി അഭയം തേടുന്നതിന് നബി മാതൃക കാണിച്ചതായി വ്യക്തമാക്കുന്ന ഹദീസ് കാണാൻ പറ്റും. ഇതിൻ്റെ സാരാംശം മനസ്സിലാക്കി ആ രീതിയിൽ ജീവിക്കുകയും എന്നിട്ട് അതിനപ്പുറം വരുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിനോട് ശരണം തേടുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്വഹീൽ ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ കൈപ്പടങ്ങൾ കൂട്ടിപ്പിടിക്കുകയും എന്നിട്ട് അവയിൽ ഊതുകയും ചെയ്യും. കാന അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവ ഇലാ ഫിറാഷിഹി കുല്ല ലൈലത്തിൻ ജമാ കഫൈഹി സുമ്മ നഫസ ഫീഹിമ ഫഖറഅ ഫീഹിമ. എന്നിട്ട് അദ്ദേഹം സൂറത്തു ഇഖ്ലാസ്, ഫലക്ക്, നാസ് എന്നിവയോതും. കുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ കുൽ ഔദു ബിറബ്ബിൽ ഫലക്ക് വകുൽ ഔദു ബിറബ്ബിൻ നാസ്. എന്നിട്ട് അത് ഓതിയിട്ട് സുമ്മ യംസഹു ബിഹിമ മസ്തതഅ മിൻ ജസദിഹി, അദ്ദേഹം ശരീരത്തിൽ സാധ്യമാകുന്നിടത്തൊക്കെ തടവും. യബ്ദഹു ബിഹിമ അലാ റഅസിഹി, തൻ്റെ തലയിൽ നിന്ന് ആരംഭിച്ച് വജിഹിഹി, എന്നിട്ട് മുഖം തടവും. അതുപോലെ ശരീരം ഒമാ അക്ബല മിൻ ജസദിഹി, ശരീരം ആസകലം തടവും. ഇപ്രകാരം 3 പ്രാവശ്യം ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ കാണിച്ചതിനുള്ള മാതൃകയാണ്. ഇതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ മറ്റേതെങ്കിലും കാര്യങ്ങൾ അനുഷ്ഠിക്കാനോ നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ബുഖാരി നിവേദനം ചെയ്തിട്ടുള്ള ഹദീസിലുള്ളതാണ്. അപ്പോൾ ഈ 3 സൂറകൾ കിടക്കുന്ന സന്ദർഭത്തിലും അതിൽ പ്രാർത്ഥനയുണ്ട്, അതുപോലെ അടിസ്ഥാനപരമായ ആശയങ്ങളുണ്ട്, ജീവിതഗന്ധിയായ സന്ദേശങ്ങളുണ്ട്. ഈ സന്ദേശങ്ങൾ ഓർത്തും ആ സന്ദേശങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചും അതിൽ നിന്ന് മാനസികമായും ശാരീരികമായുമുള്ള സംതൃപ്തി തേടിക്കൊണ്ടും ഉറക്കിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ മറ്റൊരു ശരണ പ്രാർത്ഥന നബിയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതായി ഇങ്ങനെ കാണാൻ പറ്റും. അൻ സെയ്ദ് ബിൻ അർക്കം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, സെയ്ദ് ബിൻ അർക്കമിൽ നിന്ന് നിവേദനം, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, അല്ലാഹുവേ പ്രയോജനശൂന്യമായ വിജ്ഞാനത്തിൽ നിന്നും, വമിൻ ഖൽബിൻ ലാ യഖ്ഷ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും, വമിൻ നഫ്സിൻ ലാ തഷ്ബ, മതിവരാത്ത മനസ്സുണ്ടാകുന്നതിൽ നിന്നും അല്ലെങ്കിൽ മതിവരാത്ത ശരീരമുണ്ടാകുന്നതിൽ നിന്നും,
ഒരിക്കലും പട്ടിണി തിന്നിട്ട് അത്രയും മതി വരാത്ത ശരീരം, അതേപോലെ ഒരിക്കലും സംതൃപ്തി വരാത്ത മനസ്സ്, ഇതിൽ നിന്നും ഒമിൻ ദാവത്തില്ല യുസ്തജാബുലഹ, പ്രാർത്ഥനകൾ ഉത്തരമില്ലാതായി തീരുന്നതിൽ നിന്നും, ഞാൻ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. ഇവിടെ ഈ 4 കാര്യങ്ങൾ ഇതോടൊപ്പം ചേർത്ത് നമുക്ക് മനസ്സിലാക്കി വെക്കാവുന്നതാണ്. ഈ 4 കാര്യങ്ങൾ ഏറ്റവും സുപ്രധാനമായതാണ്. അതിലൊന്ന് പറയുന്നത് പ്രയോജനമില്ലാത്ത ഇൽമ്, ധാരാളം വിവരമുണ്ടായിട്ട് കാര്യമില്ല, ആ വിവരം പ്രയോജനമുള്ളതായിരിക്കണം. രണ്ടാമത്തെ കാര്യം മനസ്സുണ്ട്, പക്ഷേ ആ മനസ്സിൽ തഖ്വ അഥവാ ഖുശൂ, ഭക്തി നിറക്കുക എന്നുള്ളത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അനാവശ്യങ്ങൾ കയറി വരും. അപ്പോൾ ഭക്തി നിറച്ച മനസ്സുണ്ടായിരിക്കുക, ഭക്തിയില്ലാത്ത മനസ്സിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക. അതേപോലെ തന്നെ സംതൃപ്തി തീരെ പ്രദാനം ചെയ്യാത്ത മാനസികാവസ്ഥ അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുക. അതോടൊപ്പം ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന, അങ്ങനെയുള്ള ജീവിതം ഹറാമിലായി കൊണ്ടുപോകുമ്പോൾ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളായിത്തീരും. ഇത്തരം കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഇതോടൊപ്പം ചേർത്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സൂറത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഈ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും അടങ്ങുന്ന ഏറ്റവും മഹത്തായ ഒരു പ്രാർത്ഥനയാണിത്. അതോടൊപ്പം തന്നെ സൂറത്തുൽ ഫലക്കിൽ ജീവിതത്തെ എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കാനുള്ള വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഉറക്കത്തിലും ഉണർച്ചയിലും ചലനങ്ങളിലും ആട്ടങ്ങളിലും അനക്കങ്ങളിലുമെല്ലാം അപ്രകാരം മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ സൂറയുടെ പഠനവും അതിൻ്റെ ആശയങ്ങളും നമുക്ക് പ്രയോജനപ്രദമായി തീരും. അള്ളാഹു അപ്രകാരം ഈ സൂറയുടെ ആശയങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും.